ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജൂറിസ് ജംഗ്ഷൻ. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലൈഫിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഒന്ന് ചെയ്താലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ചില ആളുകൾ അത് ചെയ്തിട്ടും ഉണ്ടാവും. പോലീസിൽ എങ്ങനെ നമുക്കൊരു പരാതി പ്രോപ്പറായിട്ട് കൊടുക്കാം എന്നാണ്. പോലീസ് കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ടൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം, ഇത് നമ്മൾ പോലീസിനെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന ഒരു മാർഗമാണ്. ഇതിലൊരു ചെറിയ പ്രശ്നം മുതൽ ഒരു വലിയ ക്രൈം വരെ ഉൾപ്പെടാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് നോക്കാം. നമുക്ക് 3 രീതിയിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. സ്റ്റേറ്റ് പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഓൺലൈനായിട്ടും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഇനി ഒരു എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ 100-ഉം 112-ഉം ഡയൽ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഈ 3 ഓപ്ഷനിൽ ഒന്ന് ഓപ്റ്റ് ചെയ്യാം. ഇനി റിട്ടേൺ കംപ്ലയിൻറ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. റിട്ടേൺ കംപ്ലയിൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ പേര്, അഡ്രസ്സ്, സംഭവം നടന്ന തീയതി, സമയം, എന്താണ് സംഭവം എന്നും കൃത്യമായി മെൻഷൻ ചെയ്യണം. പിന്നെ സംഭവം നടന്ന സ്ഥലം, അതിൽ നിങ്ങൾ സംശയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, ഇവരുടെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്താണോ ഫാക്റ്റ് അത് വളരെ സിമ്പിളായും ക്ലിയർ ആയിട്ടും മെൻഷൻ ചെയ്തിരിക്കണം. ഇനി നിങ്ങളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഡ്യൂട്ടി ഓഫീസർ അവർ ആ പരാതി സ്വീകരിക്കുകയും കംപ്ലയിൻറ്റ് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ അക്നോളജ്മെൻറ്റ് ലഭിക്കും. ഇനി അതൊരു സീരിയസ് ക്രൈം ആണെങ്കിൽ ഉടൻ തന്നെ FIR-ഉം രജിസ്റ്റർ ചെയ്യും. പരാതി രജിസ്റ്റർ ചെയ്തതിൻ്റെ അക്നോളജ്മെൻറ്റും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നതായിരിക്കും. അത് ചോദിച്ചു വാങ്ങി കയ്യിൽ സൂക്ഷിക്കുക. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കംപ്ലയിൻറ്റും FIR-ഉം ഒന്ന് തന്നെയാണോ, അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടാകും. തീർച്ചയായും വ്യത്യാസമുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷനാണ്. FIR എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. FIR ഫയൽ ചെയ്യുന്നത് കോഗ്നിസബിൾ ഒഫൻസസിന് മാത്രമാണ്. അതായത് മർഡർ, റേപ്പ്, തെഫ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കോഗ്നിസബിൾ ഒഫൻസിൽ പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്താൽ കോടതിയുടെ പെർമിഷന് മുന്നേ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് സസ്പെക്റ്റ് ആയ ആളെ വിത്തൗട്ട് വാറൻറ്റ് അറസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനും സാധിക്കും. FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ടാവും, കേസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചില്ല എന്ന്. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ഹയർ ഓഫീസേഴ്സായ സർക്കിൾ ഇൻസ്പെക്ടർക്കോ SP-ക്കോ നേരിട്ട് ചെന്ന് പരാതി കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി രജിസ്റ്റേർഡ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ നേരിട്ട് നമുക്ക് നമ്മുടെ പരാതിയുമായി കോടതിയെ സമീപിക്കാം. ഓൺലൈൻ കംപ്ലയിൻറ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇന്ന് പലർക്കും അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് മെത്തേഡാണിത്. സ്റ്റേറ്റ് പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, കംപ്ലയിൻറ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഫോൾസ് കംപ്ലയിൻറ്റ്, ഫേക്ക് ഇൻഫർമേഷൻസ്, ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്താ? തെറ്റായ കംപ്ലയിൻറ്റ് കൊടുത്താൽ അത് പണിഷബിൾ ഒഫൻസാണ്. സത്യവും ശരിയുമായ പരാതികൾ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Follow Juris Junction for more legal updates and information.